ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. ഇന്ന് 200 ദിവസം നമ്മൾ പിന്നിട്ടു. ഇന്ന് 201 ദിവസമാണ്. 18-ാം അധ്യായം നടക്കുന്നു. വലിയൊരു യജ്ഞം, എന്താ പറയുക, ഒരു പ്രഭാഷണ പരമ്പരയ്ക്കാണ് നമ്മൾ അത് ആരംഭിച്ചത്. അത് ഇത്രയും നീണ്ടുപോകുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുള്ളതല്ല. എന്തായാലും ഇതിങ്ങനെ ഒരു ദിവസവും മുടക്കം കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം വളരെ പ്രധാനമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിറകിൽ ഒരുപാട് പേരുടെ പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഈ 200 ദിവസം പിന്നിടുമ്പോൾ നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു. ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എൻ്റെ നിശ്ചയിച്ചുറപ്പിച്ച ഉത്തമമായ ശ്രേഷ്ഠമായ അഭിപ്രായം എന്താണ് എന്ന് അർജുനനോട് ഭഗവാൻ അസന്നിഗ്ധമായിട്ട് പറയുന്നു. ഏതാന്യപിതു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. അർജുന, ഈ കർമ്മങ്ങളെല്ലാം തന്നെ സംഘത്തെ ഉപേക്ഷിച്ച്, അതുപോലെ തന്നെ ആ ഫലത്തിലുള്ള സംഘത്തെയും, ഫലത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? രമണ മഹർഷി രമണ മഹർഷിയുടെ കൃതിയിൽ പറയും, വളരെ മനോഹരമായിട്ടാണ്. ഉപദേശസാരം തുടങ്ങുന്നത് തന്നെ കർത്തുരാജ്ഞയ പ്രാപ്യതേ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജഡം കൃതി മഹോദതൗ പതനകാരണം ഫലമശാശ്വതം ഗതിനിരോധകം ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. വളരെ മനോഹരമായിട്ട് 5-6 വരികളിൽ മഹർഷി അതിനെ തീർക്കുന്നുണ്ട്. കർത്തുഹു ആജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം തജ്ജഡം. കർത്താവിൻ്റെ ആജ്ഞയാലാണ് കർമ്മത്തിന് ഫലമുണ്ടാകുന്നത്. ആരാണ് കർത്താവ്? ഈ കർമ്മം ചെയ്യുന്ന ആളാണോ? അല്ല, മറ്റൊരു അദൃശ്യമായ ഘടകമുണ്ട്. കർമ്മ കിം, കർമ്മം തജ്ജഡം, അത് ജഡമാണ്. അതിനെയും ചൈതന്യവത്താക്കുന്ന ഒന്നുണ്ട്. അതുകൊണ്ട് അതിൽ സംഘം വെച്ചാലോ കൃതി മഹോദതൗ പതന കാരണം, അത് പതനത്തിന് കാരണമാകുന്നത്. അവിടെ മഹർഷി നിർദ്ദേശിക്കുന്നത് ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം, ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം. ഇവിടെ ഭഗവാൻ പറഞ്ഞതുപോലെ ആഗ്രഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക. അങ്ങനെയാണെങ്കിലോ മുക്തിസാധകം, ചിത്തശുദ്ധിയുടെ, അന്ധകരണ വൃത്തിയുടെ ശുദ്ധിക്കും അത് കാരണമായി തീരും. ഇതിൽ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഈ സംഘം എന്ന് പറയുന്ന ഒന്ന്, അതാണ് ഇനി തുടർന്ന് ഭഗവാൻ പറയാൻ പോകുന്നത്. ഈ സംഘത്തിൽ നിന്ന് നിസ്സംഗതയെ കൈവരിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം ശങ്കര ഭഗവത്പാദരൊക്കെ മറ്റൊരു ഭാഷയിൽ അത് പറയും. നമ്മൾ ഈ ചില പദങ്ങളൊക്കെ കേട്ട് നമ്മൾ അതിനൊരു രൂപവും ഭാവവും നൽകിയിട്ടുണ്ട്. അതാണ് ഇവിടെ പ്രശ്നം. അതിമനോഹരമാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്. ഈ നിസ്സംഗം കൊണ്ടുണ്ടാകുന്നതാണ് ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ അതിന് വേണ്ടതാണ് ഈ സത്സംഗം എന്ന് പറയും. പക്ഷേ ഈ സത്സംഗം എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കുള്ളത് എന്താണ്?
ഒരു ഹോളിൻ്റെ അകത്ത് കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ അങ്ങനെ ഉറക്കം തൂങ്ങി, വേറൊരു വിദ്വാൻ ഉറക്കം തൂങ്ങുന്ന കുറച്ച് വർത്തമാനം പറയുക, ഇങ്ങനെ ഇവർ കുറച്ച് വൈകുന്നേരങ്ങൾ ചെലവഴിക്കുന്നതാണ്, അല്ലെങ്കിൽ പാട്ടുപാടി ഭജന പാടിയിട്ടൊക്കെ കഴിക്കുന്നതാണ് ഈ സത്സംഗം എന്ന് പറയുന്നത്. മിക്കവാറും ദുസ്സംഗത്തിലൊക്കെയാണ് കലാശിക്കുക. അങ്ങനെ ഒരു ആധ്യാത്മികമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശ്രമം, അമ്പലം, ഇതുമൊക്കെ ആയിട്ട് അതിൻ്റെ ക്ഷേത്ര പരിസരം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒന്നായിട്ടാണ് ഈ സത്സംഗത്തിനെ നമ്മൾ തളച്ചു വെച്ചിരിക്കുന്നത്. അതും ഒരു പ്രശ്നമാണത്. അവിടെ ഭഗവത് പാദർ പറയാം, സത്സംഗത്വേ നിസ്സംഗത്വം എന്നാണ്. ഈ സത്സംഗത്തിലാണ് നിസ്സംഗം ഉണ്ടാവുന്നത്, സംഘമില്ലായ്മ ഉണ്ടാവുന്നത്. ഈ സംഘമില്ലായ്മയ്ക്ക് പകരം മറ്റൊന്നുമായിട്ടുള്ളൊരു സംഘം അനിവാര്യമാണ്. ആ സംഘത്തെയാണ് സത്സംഗം എന്ന് പറയുന്നത്. അതിനാണ് ശിഷ്യൻ ചോദിക്കുന്നത്, സത് കിം, എന്താണ് സത്ത്? അപ്പോഴാ ഗുരുവിൻ്റെ ഉത്തരം, കാലത്രയേപി യത് തിഷ്ഠതി തത് സത്. 3 കാലത്തും മാറാതെ നിലനിൽക്കുന്നത് ഏതോ അതാണ് സത്ത്. അത് എന്നിൽ തന്നെയാണ്. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഒക്കെ മാറാതെ ഞാൻ എന്ന ബോധം, ഈ ഞാനുമായി ഞാൻ ചേർന്ന് നിൽക്കുന്ന ഏർപ്പാടിനെയാണ് സത്സംഗം എന്ന് പറയുക. ഞാൻ എൻ്റെ അടുത്തിരിക്കുക. അപ്പം ഞാൻ എന്നോട് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മറ്റുള്ളതിനെയൊക്കെ പിരിയേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. ആ പിരിയലിൻ്റെ ഒരു സൗന്ദര്യമാണ്, അതിൻ്റെ ആ സുന്ദരത, ഏറ്റവും സൗന്ദര്യമാർന്ന ഒരു പ്രക്രിയ. നിദ്രയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്തെങ്കിലും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? എന്തൊരു സൗന്ദര്യമുള്ള ഏർപ്പാടാണ് നിദ്രയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. സൂര്യാസ്തമയത്തെ നോക്കൂ, അതിലൊരു പിരിയലില്ലേ? ആ പിരിയലാണ് അവിടുത്തെ സൗന്ദര്യം എന്ന് പറയുക. എല്ലാ പിരിയലിലും സൗന്ദര്യമുണ്ട്. നമ്മൾ വെറുതെ അനാവശ്യമായ കുറേ കോപ്പറാട്ടികൾ നമ്മൾ കാണിക്കുക. ഒരു കുട്ടി ദൂരത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ തൽക്കാലം അവൾ നമ്മളെ പിരിയണം. അപ്പോഴേക്കും കരഞ്ഞ് വിളിച്ച്, എന്തിനാ അങ്ങനെ? എന്നാൽ പിന്നെ കൂടെ നിർത്തുക. അപ്പോൾ കൂടെ നിർത്താൻ നമുക്ക് പറ്റുമോ? ഇവനിങ്ങനെ എവിടെയും പോവാതെ ഇവിടെ തന്നെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ള പ്രശ്നം. അപ്പോൾ പലതും നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ പല കോപ്പറാട്ടികളും കാണിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഒരു പിരിയലിനും എന്തു വേണ്ട, ദുഃഖത്തിൻ്റെ ആവശ്യമില്ല. അതിനൊക്കെ ഒരു സൗന്ദര്യമുണ്ട്. ഒരു വിത്ത് പോലും അതിൻ്റെ സ്വതസിദ്ധമായ സ്വരൂപത്തെ അതിനോട് വിട ചൊല്ലുകയാണ്. അപ്പോഴാണ് അതിനൊരു ചെറിയ ചെടിയായി, തളിരായി, ഒരു പൂ അതുപോലെ തന്നെ വിട ചൊല്ലുമ്പോഴാണ് അത് കായയാവുന്നത്. അങ്ങനെ ഈ പിരിയൽ എന്ന് പറയുന്നത് വളരെ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒന്നാണ്. നമുക്കതിൻ്റെ ആ കല, സംഘമില്ലായ്മയുടെ കല നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റതെല്ലാം കാണിച്ചു കൂട്ടലാണ്, കുറേയൊക്കെ ഏതാണെങ്കിലും. പിന്നെ ചില വേർപാടിൻ്റെ, ചില വേദന എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടാക്കുന്ന ചില വിക്ഷോഭങ്ങളുണ്ട്. അതിനെയും തിരിച്ചറിയുക, അത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ നിസ്സംഗതയിലേക്ക്, സംഘമില്ലായ്മയിലേക്ക് പോകേണ്ടത് എന്നുള്ളത് ഇവിടെ അതിൻ്റെ സാത്വിക, രാജസിക, താമസികമായ ഭാവങ്ങളെ ഭഗവാൻ നേരെ റിവേഴ്സായിട്ടാണ് പറയും. സാധാരണ സാത്വിക ആദ്യം പറഞ്ഞു, രാജസികം പിന്നെ പറഞ്ഞു, താമസികം അവസാനം പറയുന്ന രീതിയാണ്. ഇവിടെ താമസികവും ആദ്യം പറഞ്ഞ്, രാജസികം പിന്നെ പറഞ്ഞ്, സാത്വികം പിന്നെ പറയുകയാണ് ഭഗവാൻ.
അപ്പോൾ നോക്കാം, 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോപപദ്യതേ മോഹാത് തസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. നിയതസ്യ കർമ്മണഃ സന്യാസഃ. ഇവിടെ സന്യാസം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് ത്യാഗത്തെയാണ്, ന്യസിക്കുന്നതിനെയാണ്, പിരിയുന്നതിനെയാണ്, വിടുന്നതിനെയാണ്. നിയതസ്യ നിയതമായ, അവശ്യം ചെയ്യേണ്ടതായ, അനിവാര്യമായിട്ടുള്ള കർമ്മണഃ സന്യാസഃ, അതിൻ്റെ ത്യാഗം. ന ഉപപദ്യതേ, അതെന്താകുന്നില്ല, ഒരു യുക്തമായ രീതിയിൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? മോഹാത്, അജ്ഞാനം ഹേതുവായിട്ട്. അപ്പോൾ അവശ്യം ത്യജിക്കേണ്ടതിൻ്റെ ത്യാഗം പോലും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? മോഹാത്. അങ്ങനെയുള്ള മോഹം ഹേതുവായി. ഇനി മോഹാത് അനിവാര്യമായ ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്, ഉപേക്ഷിക്കേണ്ടതായത്, അതുപോലെ ഉപേക്ഷിക്കേണ്ടാത്തതായിട്ടുള്ളത്. ഇവിടെ പറയുന്നു, മോഹാത് തസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. അതെന്താണ്? ഈ മോഹാത് അജ്ഞാനം ഹേതുവായിട്ട് തസ്യ, അതിൻ്റെ, ഏതിൻ്റെ? ഈ നിയതമായ കർമ്മത്തിൻ്റെ, അതിൻ്റെ ഉപേക്ഷ, അതിൻ്റെ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ, താമസം എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ അവശ്യമായ കർമ്മം അത് ചെയ്യേണ്ടതാണ്, അത് ചെയ്യാതെ അത് ഉപേക്ഷിക്കുക. അതെവിടെ തന്നെയായ? ഇത് വേദാന്തത്തിൽ ഈ ഒരൊറ്റ ശ്ലോകത്തെ നമുക്ക് ഉപരതി എന്ന് പറഞ്ഞ ഒരൊറ്റ ഗുണം കൊണ്ട്, ആ ഉപരതി എന്ന് പറഞ്ഞ ഗുണത്തെയാണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ ഉപരതി ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ എന്തു വരും? ഉപരതി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ വേദാന്തം പഠിക്കുന്ന ഒരാൾക്ക്, സാധകന് ഉണ്ടായിരിക്കേണ്ട ഗുണം പറയുമ്പോൾ ശമ, ദമ, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം. ഇപ്പം ശമ എന്ന് പറഞ്ഞാൽ മനോനിഗ്രഹ, ദമ ബാഹ്യേന്ദ്രിയ നിഗ്രഹ. ഉപരതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വധർമ്മ അനുഷ്ഠാനമേവ. അപ്പം സ്വധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ട് തന്നെ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. വിവാഹിതനാണെങ്കിൽ ഭാര്യയെ നോക്കണം. ഭാര്യയെ ഉപേക്ഷിച്ച് ഞാൻ ആശ്രമത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്നാൽ പിന്നെ വിവാഹം കഴിക്കരുതായിരുന്നു. ഉത്തരവാദിത്വങ്ങളാണ്. അപ്പോൾ ഈ കുടുംബമൊക്കെ വിട്ട് ആശ്രമത്തിൽ പോകുമ്പോഴോ സ്വാമി, ചോദ്യമാണ്, നല്ലതാ. കാരണം അവിടെ നമുക്ക് ഒരു ബദൽ സംവിധാനമുണ്ട്. ആകെ അമ്മയ്ക്ക് ഒരു മോനാണുള്ളത്. ഈ മകൻ പോയി കഴിഞ്ഞാൽ ആശ്രയം നിന്നുപോകും. അങ്ങനെ അവരെ പട്ടിണിക്കിട്ട് അന്യാധീനമാക്കി പോകുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. തൻ്റെ ആശ്രയത്തിൽ മാത്രമാണ് കഴിയുന്നതെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതല്ല, അവർക്ക് കഴിയാനുള്ള ചുറ്റുപാട് മറ്റുള്ളവരാലുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ പോവാം. പക്ഷെ ഭാര്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. ഭാര്യ നമ്മളെ മാത്രം ആശ്രയിക്കുന്നതാണ്. ഭാര്യയെ വേറൊരാളുടെ അടുത്താക്കി പോകാൻ പറ്റുമോ?
പറ്റുന്നതല്ല. കാരണം അവർ നമ്മുടെ കൂടെ ജീവിക്കാൻ വേണ്ടി, അങ്ങനെയാണ് ആ അഗ്നിസാക്ഷിയായിട്ട് വരിക്കുമ്പം എടുക്കുന്ന മന്ത്രങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ്. പ്രതീകാത്മകമായിട്ട് ചെയ്യുമ്പം അഗ്നിസാക്ഷിയായി താലി കെട്ടി വലം വയ്ക്കുമ്പോഴൊക്കെ അതൊരു പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം പരിചരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റൂല്ല. അപ്പോൾ അതൊക്കെ എന്താണ്? സ്വധർമ്മ അനുഷ്ഠാനമേവ. സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ വേണം ഇത് ചെയ്യാൻ. അതല്ല എങ്കിലോ അത്തരത്തിലുള്ള പരിത്യാഗങ്ങളെല്ലാം, സ്ഥാനം തെറ്റിയുള്ള പരിത്യാഗങ്ങളെല്ലാം, നിയതസ്യ കർമ്മണഃ സന്യാസഃ ന ഉപപദ്യതേ മോഹാത് തസ്യ പരിത്യാഗഃ താമസപരികീർത്തിതഃ. അതെന്താണ്? തമോ ഗുണപ്രധാനമായിട്ടുള്ള പരിത്യാഗമായി പരിഗണിക്കപ്പെടുന്നു. അതായത് അവശ്യമായിട്ടുള്ളത് ചെയ്യാൻ ചുമതലപ്പെട്ടതായിട്ടുള്ള, നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മത്തെ അത് ചെയ്യാതെ അത് ഉപേക്ഷിക്കുന്നത് അതെന്താണ്? അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനെ തമോ ഗുണമായിട്ടുള്ള ത്യാഗം എന്ന് പറയപ്പെടുന്നു. തുടർന്ന് രജോ ഗുണമായിട്ടുള്ളതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. ത്യാഗത്തിൻ്റെ ഫലം ഈ പറഞ്ഞതുപോലെ എല്ലാ ത്യാഗത്തിനും ശരിയായ ത്യാഗത്തിൻ്റെ ഫലം ത്യാഗാത് ശാന്തിർ അനന്തരം എന്നാണ്. ത്യാഗത്തിൽ നിന്നാണ് ത്യാഗേ നൈകേ അമൃതത്വമാനശു എന്നൊക്കെ ഉപനിഷത്ത് പറയുമ്പോൾ ആ ത്യാഗത്തിൻ്റെ ഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല. ആദ്യം പറഞ്ഞ ത്യാഗത്തിനും അതില്ല. ഇതാ ഇപ്പം രണ്ടാമത് പറയുന്നു. ദുഃഖമിതി ഏവ യത് കർമ്മ കായക്ലേശ ഭയാത് ത്യജേത്. കായക്ലേശ ഭയാത്, കായക്ലേശ ഭയം കൊണ്ട്. എന്താ കായം എന്ന് പറഞ്ഞാൽ? ശരീരത്തിൻ്റെ ക്ലേശം. ആ ശരീരത്തിൻ്റെ ക്ലേശത്തിൻ്റെ ഭയം, ശരീരത്തിന് അവശത വരും എന്ന പേടി. അപ്പം ശരീരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഉപവാസം എന്തൊക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ത്യജിക്കുക എന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അതിന് ഞാനില്ല എന്ന് പറയാം. കായക്ലേശ ഭയാത് ഏവ ദുഃഖം ഇതി യഹ യത് കർമ്മ ത്യജേത്. അങ്ങനെ ആരാണോ ദുഃഖം എന്ന് വെച്ച് യാതൊരുത്തനാണ് യഹ യത് കർമ്മ ത്യജേത്, യാതൊരു കർമ്മത്തെ ത്യജിക്കുന്നത്. ഇല്ല, എനിക്കത് പറ്റില്ല, അതെനിക്ക് വേണ്ട. അവൻ സഹ രാജസം ത്യാഗം കൃത്വ. അവൻ്റെ ആ ത്യാഗം രജോ ഗുണ സംബന്ധമായിട്ടുള്ള ത്യാഗമാണ്. ത്യാഗഫലം ന ലഭേത് ഏവ. അതുകൊണ്ട് ത്യാഗത്തിൻ്റെ ഫലം എന്നത് അവനെ സംബന്ധിച്ച് അപ്രാപ്യമാണ്, പ്രാപ്യമല്ല. എന്ന് പറഞ്ഞാൽ ത്യാഗാത് ശാന്തി അനന്തരം എന്നാണ്. ത്യാഗത്തിൽ നിന്ന് പിന്നെ എന്താ കിട്ടുന്നത്? ശാന്തിയാണ്. ഇവിടെ ശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് അശാന്തസ്യ കുതസുഖം എന്ന് ഗീത മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ശാന്തി ഇല്ലാത്തവന് പിന്നെ എവിടുന്നാണ് സുഖം ഉണ്ടാവുന്നത്? അപ്പം താമസിക രാജസിക ത്യാഗങ്ങൾ, താമസിക ത്യാഗത്തിൽ എന്താണ്? അവശ്യം ചെയ്യേണ്ടതുപോലും ഞാൻ ചെയ്യുന്നില്ല, സ്വധർമ്മങ്ങളെ അനുഷ്ഠിക്കാതെ അതിനെയൊക്കെ പരിത്യജിക്കുന്നു, എന്നിട്ട് ത്യാഗിയാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വ്യാജ ത്യാഗങ്ങളുണ്ട് സമൂഹത്തിൽ. നമ്മൾ എന്നിട്ട് ത്യാഗികളുടെ എന്താ പറയുക പട്ടം കെട്ടിക്കൊടുക്കും. ഒരുപാടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അറിയാലോ. ചിലരൊക്കെ ഉണ്ട്, ചിലരെ കുറിച്ച് തന്നെ അങ്ങനെയുള്ള ത്യാഗിയാന്ന് പറയും. ഇയാൾ ഇന്ന ജോലിയായിരുന്നു, ആ ജോലിയൊക്കെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പോൾ ആശ്രമത്തിൽ തൊഴുത്ത് വൃത്തിയാക്കുകയാണ്. എന്താ അതിൽ കാര്യമുള്ളത്? ആശ്രമത്തിൽ പശുക്കൾക്കേ ശല്യമാണ് ഇയാൾ. അങ്ങനെ നോക്കിയാൽ
അങ്ങനെ നിങ്ങളൊരു വലിയ ഉയർന്ന ജോലി വലിച്ചെറിഞ്ഞ് ആശ്രമത്തിൽ തൊഴുത്ത് വൃത്തിയാക്കിയതുകൊണ്ട് എന്താപ്പോ? എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തവനാണെന്ന് ഈ അവിടെ വരുന്നവരോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോരൊരു എന്താണ് PR ഏജൻസിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട് ചില വിദ്വാന്മാർ. അപ്പം നിങ്ങൾ ഈ ത്യജിക്കുന്നതിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ത്യാഗം എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്? ഈ വേർപിരിയലിൻ്റെ പരമപ്രധാനമായിട്ടുള്ള അതൊരു കലയാണ്. അത് ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. ഏതിനെ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിലും അതിനേതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ അതിൻ്റെ പിറകിലുണ്ടാവരുത്. നമുക്ക് പലതിനെയും ഉപേക്ഷിക്കാം, ദേഷ്യത്തോടും വെറുപ്പോടും അങ്ങനെയൊക്കെ. അതൊന്നും അത് ത്യാഗമല്ല. ഈ സന്ദർഭത്തിൽ അതും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. നമ്മുടെ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള വികാര വിചാരങ്ങൾ ഈ ഉപേക്ഷയ്ക്ക് പിറകിലുണ്ടെങ്കിൽ അതൊന്നും സാത്വികമായ ത്യാഗമാകുന്നില്ല. അതിനെക്കുറിച്ച് പറയാൻ പോവുകയാണ്. വരുന്നു 9ാമത്തെ ശ്ലോകത്തിൽ. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മത. എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ഹേ അർജുന, നിയതം കർമ്മ കാര്യം ഏവ ഇതി സംഗം ഫലം ത്യക്ത്വാ ഏവ ക്രിയതേ ഇതി യത് സഹ ത്യാഗഃ സാത്വികം ഇതി മേ മതഃ. എന്താണ്? അർജുന, നിയതം കർമ്മ എന്താണ്? ഈ നിയതമായ കർമ്മം ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്ത് ശരീരയാത്രയ്ക്ക് പോലും അത് തടസ്സം ഉണ്ടാക്കുന്നതാണ് അർജുന എന്ന് 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സന്യസിച്ചോളാം എന്ന്, ഭൈക്ഷ്യമഭി, ഞാൻ ഭിക്ഷാടനം എടുത്ത് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയതം കർമ്മ, നിത്യമായ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളുണ്ട്. ആ ചെയ്യേണ്ടതാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മത്തെ കാര്യം ഏവ ഇതി, അത് എന്നാൽ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെ ഉറപ്പിച്ചിട്ട് അതിലെന്ത് വേണം? സംഘം, അതിലെ ആ ആസക്തിയെ, ഏതിനോട്? ഫലം ച, അതിലെ കർമ്മഫല ആസക്തിയെ ത്യജിച്ചിട്ട്. മുമ്പ് പറഞ്ഞതാണ്, ആരാണോ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ആരഭതേ, അത് തന്നെ. നമ്മളൊരു മനോഹരമായ ഉദാഹരണം, കഥ പറഞ്ഞിട്ടുണ്ട്. ഗുരുവും ശിഷ്യനും കൂടെ ഗംഗ മുറിച്ച് കടക്കുന്ന സമയത്ത് ഒരു യുവതി ഗംഗ കടക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ശിഷ്യൻ കൈപിടിച്ച് അക്കരയ്ക്ക് കടത്തുന്നതിൻ്റെ ഇടയിൽ ഗംഗാനദിയിൽ ആ യുവതി കാൽ വഴുതി വീഴുന്നതും ശിഷ്യൻ കോരിയെടുക്കുന്നതും അപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നതും. അത് കഴിഞ്ഞ് ഗുരു ശിഷ്യനോട് മിണ്ടാട്ടമില്ലാത്ത ഗുരുവിൻ്റെ മനോഭാവത്തിൽ ശിഷ്യൻ സംശയം ചോദിക്കുമ്പം ഗുരു പറയുന്നത്, കൈ പിടിക്കുക, വീണിട്ട് എടുക്കുക, അവിടെ വയ്ക്കുക. എന്തായത്? അപ്പം ശിഷ്യൻ ചോദിക്കുന്നത്, ഗുരു, ഞാൻ കൈ പിടിച്ചു എന്നുള്ളത് സത്യമാണ്, അവർ വീണപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളതും സത്യമാണ്, പക്ഷെ ഞാൻ അവരെ ആ കരയിൽ വെച്ചുവല്ലോ ഗുരു, അങ്ങ് ഇപ്പോഴും അവരെ ഏറ്റി നടക്കുകയാണോ എന്നത്. ഒരാൾ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുമ്പം കർമ്മയോഗമാണ് ചെയ്തത്. ഒരാൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അതിൽ സംഘമുണ്ട്. നമ്മൾ വിസ്തരിച്ച് കണ്ടതാണ്. ഇവിടെ ഭഗവാൻ, അതാണ് ആ എന്താ പറയുക, വിടുതലിൻ്റെ സൗന്ദര്യം.
അപ്പോൾ സംഘം ഫലം ത്യക്ത്വ, ആ സംഘത്തെയും ഫലത്തെയും എങ്ങനെയാണോ ഉപേക്ഷിച്ചിട്ട്, ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട്, ക്രിയതേ എന്നാൽ ചെയ്യുന്നു. അങ്ങനെ ചെയ്യപ്പെടുന്ന ഇത് യത് യാതൊന്നാണോ, ഏതൊക്കെയുണ്ടോ അതെല്ലാം സത്യാഗ, ആ ത്യാഗത്തെയാണ് സാത്വിക ഇതി മേ മതഃ, സാത്വികമായ ത്യാഗം എന്ന് എൻ്റെ അഭിപ്രായം. ഇതാണ് നമ്മൾ പറയുന്നത് പിരിയലിൻ്റെ സൗന്ദര്യം, അതിൻ്റെ രഹസ്യം. അത് എത്ര ആറ്റുനോറ്റുണ്ടായിട്ടുള്ള ഉണ്ണിയാണെങ്കിലും ഈ ഉണ്ണിയെ ഉറക്കി ഇങ്ങനെ അടുത്ത് അതിനിങ്ങനെ കണ്ണും മൂക്കും ഒക്കെ നോക്കി അതിനെ അങ്ങനെ അവസാനം ഈ അമ്മ എന്താവും, ഉറങ്ങും. അവരുറങ്ങുമ്പോഴോ ആ കുട്ടിയെ അവിടെ ഉപേക്ഷിക്കുന്നുണ്ട്. അതിനെ ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ അതിനെ നോക്കി ഇങ്ങനെ ഇരുന്നാലോ ഇവർക്ക് ഉറങ്ങണ്ടേ? വേണം. ഇവരുറങ്ങി കിടക്കുമ്പോൾ അതിനെ ആരെയും എടുത്തുണ്ടായാലോ അതും അറിയില്ല ചിലപ്പോൾ. ഈ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എല്ലാറ്റിനോടും ഒരു നിസ്സംഗതയെ കൈവരിക്കുന്നുണ്ട്. ഈ സംഘമില്ലായ്മയാണ് നമുക്ക് നിദ്ര നൽകുന്നത്. എല്ലാറ്റിനെയും നമ്മൾ പിരിയുന്നു. അവിടെ എന്തുണ്ട്? ഒരു സൗന്ദര്യമുണ്ട്. അത് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഈ ഉറങ്ങുമ്പം കിട്ടുന്ന, നിദ്രയിൽ കിട്ടുന്ന ഒരു സുഖവും ആനന്ദവും ഉണ്ടല്ലോ, അതാണ് ഈ ഉണർന്നിരിക്കുമ്പോൾ ഇതിനെയൊക്കെ പിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ശാന്തി എന്ന് പറയുന്നത്. ഈ ആധ്യാത്മികത മുന്നോട്ട് വയ്ക്കുന്ന ത്യാഗത്തിൻ്റെ ശാന്തി, ത്യാഗാത് ശാന്തിരനന്തരം എന്ന് പറയുന്നത് അതാണ്. വിട്ടുകൊടുക്കുമ്പോൾ, ത്യജിക്കുമ്പോൾ കിട്ടുന്നത്. രാമകൃഷ്ണദേവൻ പറയുന്ന മനോഹരമായിട്ടുള്ള കഥ. പരുന്ത് അതിൻ്റെ മത്സ്യം കൊത്തി പറക്കുന്ന സമയത്ത് ചുറ്റും കാക്കകൾ അതിന് തടസ്സം സൃഷ്ടിക്കുമ്പോൾ ആ മത്സ്യത്തെ അത് വിട്ട് കഴിയുമ്പോൾ കാക്കകൾ അതിൻ്റെ പിറകെ പോകുന്നു. പരുന്തിന് ശാന്തമായിട്ട് ആ വിഹായസിലങ്ങനെ അത് പറക്കുന്നു. അതെന്താണ്? ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തിനെങ്കിലും ഹോൾഡ് ചെയ്താൽ പ്രശ്നമാണ്. അതൊരു ഭയങ്കര സുഖമുള്ള കാര്യമാണ്. തെക്തേന ഭുഞ്ചിതാഹ, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. ഈശാവാസ്യത്തിൽ ആദ്യം ഇത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ആധ്യാത്മികതയുടെ കോർ എന്ന് പറയുന്നത് ഈ ഡിറ്റാച്ച്മെൻ്റാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൈവരലാണ്, അല്ലാതെ കുറേ ഇങ്ങനെ നമുക്ക് കിട്ടലല്ല. അതൊക്കെ ശാപമാണ്. ഒരുപാട് നമുക്ക് നമ്മിലേക്ക് വന്നു ചേരുന്ന, കുന്നുകൂടുന്നത് ധനമാണെങ്കിലും മറ്റുള്ള, അതൊക്കെ നമുക്ക് കൂടുതൽ ബന്ധനങ്ങളാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നോക്കൂ, നമ്മുടെ സംസ്കാരത്തിൽ ഈ വിടുതലിനെ പഠിപ്പിക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്, ഒരു തർക്കവും വേണ്ട. നമ്മൾ തന്നെയാണ് ഗംഭീരമായിട്ട് വെള്ളം ചേർത്തിട്ടുള്ളത്. നിങ്ങൾ കാശി, മധുര, ഗയ ഇങ്ങനെ പ്രധാനപ്പെട്ട പുണ്യ തീർത്ഥങ്ങൾ, ഘട്ടങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഗയയിലൊക്കെ പോയാൽ, ഗയയിൽ പോയി ശ്രാദ്ധമൂട്ട് എന്ന് പറഞ്ഞത് ഒരു വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ഗയയിൽ ഒക്കെ പോയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് മരണാനന്തര ചടങ്ങ്, അവർക്ക് വേണ്ടി പിതൃക്കളെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവിടെ ശ്രാദ്ധം ചെയ്യാം. പശുവിനാണ് നമ്മളവിടെ കൊടുക്കുക. പശുവാണ് അത് വന്ന് ശാപ്പിടുന്നത്. ഇവിടുത്തെ പോലെ കാക്കിയൊന്നുമല്ല. ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. അപ്പോൾ തിരുനെല്ലി പോയ കുരങ്ങന്മാരാണ് എടുത്തുകൊണ്ട് പോകുക. വെള്ളത്തിൽ മത്സ്യങ്ങളാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോന്ന്. ഏതായാലും ഭൂതങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗയയിൽ ശ്രാദ്ധ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ ഈ പുരോഹിതന്മാർ
അവരാണ് ഈ വെള്ളം ചേർക്കുന്ന ഉസ്താദുകളാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഗയയിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടുന്ന് തന്നെ ചിലരൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഉണ്ട്, അവിടെ പോയാൽ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെ ട്രെയിനിൽ ഇരുന്നിട്ടോ യാത്രയിലോ അവിടെ എത്തിയിട്ടോ അവിടെ റൂമിൽ ഇത് ചെയ്യുന്നതിന് മുമ്പോ ഒക്കെ പലതും ഇങ്ങനെ ആലോചിക്കും. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഗയിൽ അവിടെ ഗംഗയിലൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ എവിടെ ഏത് തീർത്ഥഘട്ടങ്ങളിലാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ ഉപേക്ഷിക്കണം അങ്ങനെ നമ്മൾ അവിടെ പ്രതിജ്ഞ എടുക്കണം. അവരിത് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, അത് മനസ്സിൽ സങ്കല്പിക്കാൻ പറയും, അത് ഉപേക്ഷിക്കണം. അപ്പോൾ ഈ കൂട്ടുകാരും ഇവരുമൊക്കെ ചിലരൊക്കെ ഉപേക്ഷിക്കുന്നത് ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ അവർ എന്താ പറയുക, ചിലർ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങ, അതവർ ഉപേക്ഷിച്ചു എന്നാ. ചുണ്ടങ്ങ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു പച്ചക്കറിയാണ്. അത് സർവ്വസാധാരണമായിട്ട് അവരത് കഴിക്കാറില്ല, അങ്ങനെ അവരത് ഉപേക്ഷിച്ചു. പിന്നെ കദളിപ്പഴം ഞാൻ ഉപേക്ഷിച്ചു. കദളിപ്പഴം സ്ഥിരമായിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നവരാണെങ്കിൽ പൊട്ടയെന്ന് വയ്ക്കാം. അങ്ങനെ കദളിപ്പഴം ഗുരുവായൂർ പോയി പ്രസാദം കിട്ടിയപ്പോൾ ആ പ്രസാദമല്ലേ എന്ന് പറഞ്ഞാൽ അത് ശാപ്പെടും. അപ്പം ഇതൊരു ഉടായിപ്പല്ലേ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഈ ഏതെങ്കിലും പുണ്യഘട്ടങ്ങളിൽ തീർത്ഥങ്ങളിൽ പോയി സത്യത്തിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടത്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്നതിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രിയപ്പെട്ടതിൻ്റെ ലിസ്റ്റിലേക്ക് ഇങ്ങനത്തെ ഈ ഏടാകൂടൻ ചുണ്ടങ്ങിയും എന്താ പറയുക ചൊരക്കിയൊക്കെ വരുന്നത്? നമ്മൾ തന്നെ ഈ ഞങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ ഈ ഉപേക്ഷിച്ചതിൻ്റെ കഥ കേൾക്കാറുണ്ടായി. നമ്മൾ പിന്നെ ഒന്നും പറയാറില്ല, ചിരിക്കാറേ ഉള്ളൂ. അപ്പോൾ ഈ ചൊരയ്ക്ക, ചുണ്ടങ്ങ, പാവയ്ക്ക, ഇതൊക്കെയാണ് നമ്മൾ കേൾക്കാറ്. നമുക്ക് സങ്കടം തോന്നും. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൊത്തം ഭയങ്കര ഒരു ഇതാണ്. അതല്ലാതെ സൂചനകളൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ ആ സൂചനയിൽ നിന്നൊന്നും പിടികിട്ടുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പം നമ്മളോട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ ഈ തട്ടിപ്പിന് വേണ്ടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരിക്കും, നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ചുണ്ടങ്ങി കഴിക്കാഞ്ഞാൽ മതിയല്ലോ. ഞാൻ അതിനെയാണ് ഉപേക്ഷിച്ചത്, മനസ്സിലെന്തെങ്കിലും ഉപേക്ഷിക്കണം എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് പറയാം. പ്രിയപ്പെട്ടത് എന്നൊക്കെ പിന്നെ മാറ്റും. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ വരിക. അതാണ് രാമകൃഷ്ണദേവനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഉദാഹരണം. രാമകൃഷ്ണദേവനെ ഒരു ഗൃഹസ്ഥൻ വന്ന് നമസ്കരിച്ചപ്പം രാമകൃഷ്ണദേവൻ അയാളെ അങ്ങോട്ട് നമസ്കരിച്ചപ്പോൾ അയാൾ പേടിച്ചു പോയി. കുറച്ച് ബോധമുണ്ട്. അപ്പോൾ രാമകൃഷ്ണദേവൻ ഇയാളോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ നമസ്കരിച്ചതെന്ന്? അങ്ങ് പരമത്യാഗിയല്ലേ, ലൗകികമായ എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരനെ സ്വീകരിച്ച് അങ്ങയെ എന്തുകൊണ്ടും നമസ്കരിക്കാൻ യോഗ്യനാണ്. രാമകൃഷ്ണദേവൻ പറഞ്ഞു ശരി. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്നെ എന്തിനാ അങ്ങ് നമസ്കരിച്ച്? അതെ, നീ ആ ഈശ്വരനെ തന്നെ ത്യജിച്ചവനാണല്ലോ, അതുകൊണ്ട് അങ്ങാണ് എന്നേക്കാൾ വലിയ ത്യാഗി എന്ന് പറയാം. അപ്പം നമ്മൾ ഉഡായിപ്പ് ത്യാഗത്തിൻ്റെ ആശാന്മാരാണ്. ഈ ചുണ്ടങ്ങ, കൊരയ്ക്ക, എന്താ പറയുക, ചൊരയ്ക്ക തുടങ്ങിയിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില പച്ചക്കറികളും പിന്നെ പഴവർഗ്ഗങ്ങളും, അത് നല്ല പാളയംകോടനൊന്നും പറയില്ല, കാരണം അത് എപ്പോഴും വരുന്നതാണ്. അതൊരു കദളി, രസകദളി. ഞാൻ രസകദളി ഉപേക്ഷിച്ചു. എന്നാൽ ഞാൻ ദിവസം കുടിക്കുന്ന ചായ ഉപേക്ഷിച്ചു, കാപ്പി ഉപേക്ഷിച്ചു, ഭക്ഷണം കഴിക്കുന്നതേ ഉപേക്ഷിച്ചു, ചോറ് ഉപേക്ഷിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുമ്പം എന്തൊക്കെ ഉണ്ടാവും? അതിലൊന്നിനെ ഉപേക്ഷിക്കാൻ പറയുമ്പം ഒന്നും വേണ്ട. ആ ചോദ്യം തന്നെ നമ്മുടെ മുന്നിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാസ്തവത്തിൽ ഗയയിൽ അവിടെ ഇരിക്കും. നമ്മൾ സത്യസന്ധമായിട്ടാണ് നമ്മുടെ ഉപേക്ഷ എങ്കിൽ,
പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കാൻ പറയണം. അല്ല ജീവിതത്തിൽ കൊല്ലത്തിലൊരിക്കൽ കിട്ടിയാൽ കിട്ടി, അങ്ങനെയുള്ള ചൊരക്കയെക്കുറിച്ചോ ചുണ്ടങ്ങയെക്കുറിച്ചോ അല്ല. അപ്പം നമുക്ക് എന്ത് വരും? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കൂ. പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. എന്തുപേക്ഷിക്കും? എല്ലാറ്റിലും ഞാനെന്നും എൻ്റേതെന്നും. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടത്. ഞാൻ, എൻ്റേത്. അതാണ് ഉപേക്ഷിക്കേണ്ടത്. ആ ഒന്നിനെ ഉപേക്ഷിച്ചാൽ അതാണ് ഇതിൻ്റെ സൗന്ദര്യം. പിന്നെ നിങ്ങൾക്ക് ഈ പരുന്തിനെ പോലെ ശങ്കര ഭഗവത്പാദർ കൗബീന പഞ്ചകത്തിലും കൗബീനവന്ത ഖലു ഭാഗ്യവന്ത, അവനെ പോലെ എന്തു ഭാഗ്യവാൻ. ഈ ഉടായ്പ പരിത്യാഗങ്ങളൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ഈ പറഞ്ഞ ഗയരും അവിടെ ഇവിടെയും പോയിട്ട് ഇങ്ങനത്തെ ഏടാകൂടങ്ങളിലൊന്നും. ഇതൊക്കെ എന്താണെന്ന് അറിയാം, നാം നമ്മളെ കബളിപ്പിക്കുക, നമ്മളെ വഞ്ചിക്കുക, നമ്മളെ ഇൻസൾട്ട് ചെയ്യണം. നിങ്ങൾ ദയവ് ചെയ്ത് അത് ചെയ്യരുത്. എനിക്ക് ഉപേക്ഷിക്കേണ്ടത് ഇവിടെ ഒറ്റയൊന്നേ ഉള്ളൂ, ഞാനെന്നും എൻ്റേത്. അല്ല ചുണ്ടങ്ങിയോ ചൊരക്കയോ വാഴയ്ക്കയോ കുമ്പളങ്ങിയോ കപ്പളങ്ങിയോ അല്ല. അതിൽ കൊണ്ടുപോയി നിങ്ങളെ കെട്ടരുത്. നിങ്ങളുടെ സംഘം അതിനോടാണോ? ഇത് വലിയൊരു ഉദാത്തമായ സങ്കല്പമാണ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത് ജ്ഞാനികളായ ഗുരുക്കന്മാർ. അതിൽ വെള്ളം ചേർത്ത് നമുക്ക് അവിടെ ഇരുന്ന് കിണ്ടിയും വെള്ളവും തരുന്ന ആളും അയാളും വെള്ളം ചേർത്ത് ഒരു പരുവത്തിലാക്കി ഇതിനെ. നിങ്ങളതിൽ നിന്ന് പുറത്ത് കിടക്കണം. അഗ്നേ സ്വാഹ ഇദം നമമ. വിശ്വത്തിലെ എല്ലാറ്റിനും വിശ്വത്തെ ജയിക്കാനുള്ള ഒറ്റപ്പണി അതാണ്. അതാണ് സന്യാസം. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്ത് സത്യാക സാത്വിക ഇതി മേ മതഃ. ഇതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഇതിനെയൊക്കെ പിരിയൽ, ഇതിനോടൊക്കെ വിട പറയൽ, ഇതിനോടൊക്കെ ഗുഡ് ബൈ എന്ന് പറയൽ. അത് ഏതെങ്കിലും വിധത്തിലുള്ള വിദ്വേഷത്തിൻ്റെയോ ഈ നേരത്തെ പറഞ്ഞതുപോലെ കഴിച്ചാൽ ഓക്കാനിക്കാൻ വരുന്ന എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളെ ഉപേക്ഷിക്കുന്നതോ, പാവയ്ക്ക ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവർക്ക് വേറെ ആരെങ്കിലും പാവയ്ക്ക വിളമ്പുമ്പോഴും പറയാം, ഞാനത് കാശിയിൽ ഗയയിൽ വെച്ച് പ്രതിജ്ഞ എടുത്തതാണ്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അങ്ങനത്തെ ഉടായിപ്പ് ത്യാഗത്തിൻ്റെ വക്താക്കൾ ആകാതിരിക്കുക. നാം നമ്മെ കബളിപ്പിക്കാതിരിക്കുക. നമ്മളോട് നമ്മൾ സത്യസന്ധരാവുക. അത്രയും മതി. വേറെ ഒന്നും നോക്കേണ്ടതില്ല. സ്പിരിച്വാലിറ്റിയിൽ അതാണ്. ഇത് വൈയക്തികമാണ്, വ്യക്തിയാധിഷ്ഠിതമാണ്. ഞാനാണ് ഇവിടെ പ്രധാനം. എന്നിൽ കേന്ദ്രീകൃതമാണ് ഇതെല്ലാം, നമ്മളിൽ ഓരോരുത്തരും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.